പ്രിയമുള്ളവരെ, ഇറങ്ങിയപ്പോ ആകാശഭൂമികൾ വല്ലാതെ സന്തോഷിക്കുകയാണ്. സന്തോഷം പർവ്വതങ്ങൾ കൊണ്ടുപോയി. മഹാനായ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അദ്ദേഹം പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഹനത്തിന്റെ പിന്നിലിരിക്കുമ്പോൾ വാഹനം താഴേക്ക് വീണുപോയി. ഫഖുൽതു തഅസ ശൈത്താൻ. അപ്പോൾ ഞാൻ ശൈത്താൻ നശിക്കട്ടെ. അത് കേൾക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫഖാല മുത്തനബി പറഞ്ഞു, ലാ തഅസ ശൈത്താൻ. ശൈത്താൻ നശിക്കട്ടെ എന്ന് പറയരുതേ. അപ്പോൾ നീ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ശൈത്താൻ മഹത്വം കാണിക്കും. അവൻ കാണിക്കും ഹത്താ യകൂന മിസ്ലൽ ബൈത്ത്. ഒരു വീട് പോലെ അവൻ അഹങ്കരിക്കും. ഒരു വീട് പോലെ അഹങ്കരിക്കും. പറയും ഇതിന്റെ കഴിവ് കൊണ്ടാണ് സംഭവിച്ചത്. ഇത് സംഭവിച്ചത് കഴിവ് കൊണ്ടാണെന്ന് ശൈത്താൻ വല്ലാതെ അഹങ്കരിക്കും. എങ്കിലും നീ പറയണം ബിസ്മില്ലാ എന്ന് പറയണം. നീ എങ്ങനെ പറഞ്ഞാൽ ശൈത്താൻ ചെറുതാണ്. സങ്കടമാണ്. നമ്മൾ കാര്യം തുടങ്ങിയാലും അല്ലാഹുവിന്റെ സഹായവും അല്ലാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും. അതുകൊണ്ടല്ലേ ടോയ്ലറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ദുആ ചെയ്യണം. പ്രിയമുള്ളവരെ, ടോയ്ലറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് അല്ലാഹ് ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസി. അല്ലാഹുവേ, നിന്നോട് ഞാൻ തേടുകയാണ്. ആ സമയത്തതാ അല്ലാഹു നമ്മെ പിശാചിന്റെ ശർറിൽ സംരക്ഷിക്കുന്നതാണ്. നാല് ബിസ്മില്ലാഹി പറഞ്ഞു നോക്ക്. ബിസ്മില്ലാഹി അല്ലാഹുമ്മ അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസി എന്ന് പറഞ്ഞു കേറ്. അവിടെ പിശാചിനെ അല്ലാഹു സംരക്ഷണത്തിനോടൊപ്പം പിശാചിന്റെ ഇടയിലും അല്ലാഹു മറയിടുകയാണ്. പിശാച് നമ്മെ കാണൂല. ബിസ്മില്ലാഹി അല്ലാഹുമ്മ എന്ന് തുടങ്ങുന്ന പിശാചിന്റെ കണ്ണിൽ അല്ലാഹു മറയിടുകയാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹം നമ്മെ പിശാച് കാണൂല. അവിടെ സംരക്ഷിക്കുകയാണ്, മറയിടുകയാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചൊല്ലണം. ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ ദുആ ചെയ്യുമ്പോൾ ബിസ്മില്ലാഹി ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസി ചൊല്ലണം. അങ്ങനെ ചെല്ലുമ്പോൾ അവിടെ സംരക്ഷണം ഉണ്ടാകുന്നതിനോടൊപ്പം പിശാചിന്റെ കണ്ണുകൾക്ക് മറയിടുകയാണ്. പിശാച് കാണൂല. ബിസ്മില്ലാഹി പറയാതെ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസി എന്ന് പറഞ്ഞാൽ സംരക്ഷണം കിട്ടും. പിശാച് നമ്മളെ കണ്ടിരിക്കും. അവിടെ മറയിടാവില്ല. അതുകൊണ്ട് നമ്മൾ ചേർത്ത് പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, ഇസ്മിയുടെ മഹത്വം വളരെ വലുതാണ്. നാം ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം യാത്ര പോകുമ്പോൾ സുഹൃത്തുക്കളെ, ഈസബിന് മറിയം പണ്ട് ജീർണിച്ചു പോയൊരു ഖബർ യാത്രയിൽ കണ്ട് മയ്യത്ത് വന്നതിലുണ്ട് ശിക്ഷകളേറ്റതായി. അതുകൊണ്ട് നബിയും അവിടം താണ്ടലാ
മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം യാത്ര പോകുമ്പോൾ പണ്ടുള്ള ഒരു ഖബറിന്റെ അടുക്കലൂടെ നടന്നു പോയി. ആ ഖബറിലതാ ശിക്ഷിക്കപ്പെടുകയാണ് ഒരു മനുഷ്യന് വല്ലാതെ ശിക്ഷിക്കപ്പെടുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം നടന്നു പോവുകയാണ്. കുറേ നാൾക്ക് ശേഷം ആ ഖബറിന്റെ അടുക്കലൂടെ തിരിച്ചു നടന്നു വരുമ്പോ ആ ഖബറിലെ ശിക്ഷകളില്ല, വല്ലാത്ത സന്തോഷമാണ്. ഈസാ നബി അലൈഹിസ്സലാം കൽബുമായി അവിടുന്ന് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം ക്ഷണം തന്നെ ജിബ്രീൽ വന്നു റബ്ബിൽ നിന്ന് വിവരങ്ങളെല്ലാം വിശദമായി പറയുന്നു. ഇവൻ ദോഷിയായവനാണ് എന്നാൽ തന്നെയും മരിക്കുന്ന സമയത്തുണ്ട് ഇവനൊരു ഭാര്യയും പരിപൂർണ ഗർഭിണിയായിരുന്നവളന്ന്. പിന്നീട് അവൾക്കൊരു കുട്ടി വെളിയിൽ വന്ന്. പ്രിയമുള്ളവരെ, അവിടുന്ന് മുലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. ഈസാ നബി അലൈഹിസ്സലാമയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ മനുഷ്യനാകട്ടെ ഒരു പാപിയായിരുന്നു, ജീവിതത്തിൽ ഖൈറൊന്നും ചെയ്യാത്ത മനുഷ്യനാണ്. അങ്ങനെയാണ് അല്ലാഹു ആ മനുഷ്യനെ ശിക്ഷിച്ചത്. പക്ഷേ ഈ മനുഷ്യന് മരണപ്പെട്ടു പോകുമ്പോ ഈ മനുഷ്യനിക്ക് ഒരു ഗർഭിണിയായ പെണ്ണുണ്ടായിരുന്നു. കുറെ നാൾക്ക് ശേഷം ആ പെണ്ണങ്ങ് പ്രസവിക്കുകയാണ്. ആ പെണ്ണങ്ങ് പ്രസവിച്ച കുഞ്ഞിനെ അങ്ങ് വളർത്തുകയാണ്, പാല് കൊടുത്തങ്ങ് വളർത്തുകയാണ്. അങ്ങനെ ആ കുട്ടി വലുതായപ്പോ ദീൻ പഠിപ്പിക്കുകയാണ്, പള്ളിയിലേക്ക് ദർസിലേക്ക് വിടുകയാണ്, ദീൻ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ആ കുട്ടിയാകട്ടെ പഠിച്ച് അല്ലാഹുവിന്റെ നാമമാകുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉച്ചരിക്കുകയാണ്. അല്ലാഹുവിന്റെ ബിസ്മി പേരെടുത്ത് പറയുകയാണ്, ചൊല്ലുകയാണ്. അല്ലാഹു ആകട്ടെ കാരുണ്യക്കടലായ റബ്ബാണല്ലോ. അല്ലാഹു അവിടുന്ന് ഉദ്ദേശിക്കുകയാണ്, ഈ കുട്ടി എന്റെ പേര് ഉച്ചരിക്കുകയാണ്, ഈ കുട്ടിയുടെ പിതാവ് ശിക്ഷിക്കപ്പെടുകയാണല്ലോ. അതെങ്ങനെയാണ്? ഈ കുട്ടി എന്റെ നാമം പറയുമ്പോ ഞാൻ എങ്ങനെയാണ് ഈ കുട്ടിയുടെ പിതാവിനെ ശിക്ഷിക്കാൻ ഞാൻ ലജ്ജിക്കുകയാണ്. അങ്ങനെ അല്ലാഹു ആ മനുഷ്യനിക്ക് പുറത്തു കൊടുത്തുവെന്ന് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഈസാ നബി അലൈഹിസ്സലാമിന് പറഞ്ഞു കൊടുത്തുവെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ത് ഖൈറായ കാര്യം സാധിക്കുവാനും നമ്മൾ ബിസ്മി ചൊല്ലി ദുആ ചെയ്താൽ മതി. അല്ലാഹുവിന്റെ ഇസ്മുൽ അഅ്ലമുകൾപ്പെട്ട 2 പേരാണ് റഹ്മാനും റഹീം എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ഖൈറായ കാര്യം നമുക്ക് സാധിക്കണമെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ് ദുആ ചെയ്യ്. അല്ലാഹു നമ്മുടെ ദുആകൾ സ്വീകരിക്കുന്നതാണ്.